അസ്സാം വലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഇന്ന് ഞാൻ നല്ല അടിപൊളി ഡിന്നറുമായിട്ടാണ് വന്നിട്ടുള്ളത്. റെയിൻബോ നൂൽപുട്ട് അല്ലെങ്കിൽ റെയിൻബോ ഇടിയപ്പം, ചിക്കൻ 65, പിന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം റെയിൻബോ ഇടിയപ്പം എന്തായാലും ഡിന്നറിന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കളേഴ്സ് ചേർത്തിട്ടുണ്ടാക്കിയെടുത്ത നല്ല അടിപൊളി ഇടിയപ്പമാണ്. അപ്പം കളേഴ്സ് എന്ന് പറയുമ്പം ആർട്ടിഫിഷ്യൽ കളേഴ്സ് അല്ല, നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ ഇതിലുള്ളൂ. കുറച്ച് സ്പിനാച്ച് വെച്ചിട്ട് ഗ്രീൻ കളർ ചെയ്തു, ക്യാരറ്റ് വെച്ചിട്ട് ഓറഞ്ച് കളറും, പിന്നെ അതേപോലെ ബീട്രൂട്ടിൻ്റെ പേർപ്പിൾ കളറും, പിന്നെ നോർമൽ വൈറ്റ് കളറിലുള്ള ഇടിയപ്പവും വെച്ചിട്ട് അങ്ങനെ ലെയർ ചെയ്തുണ്ടാക്കിയ അടിപൊളി റെയിൻബോ ഇടിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിന് ലെയർ ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ചിക്കൻ 65 ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് കൂട്ടി കഴിക്കാൻ എന്തെങ്കിലും കറി വേണമെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ ഇതൊരു പാർട്ടിക്ക് വേണമെങ്കിൽ നമുക്കങ്ങനെ ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാം. നല്ലൊരു ഐറ്റം ആണല്ലോ, കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ആദ്യം ഞാനിപ്പം ചിക്കൻ 65 ആണ് ഉണ്ടാക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 300 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ്. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റ് മാറ്റം ഉണ്ടാവും. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങയും പിഴിഞ്ഞു കൊടുക്കാം. നാരങ്ങയ്ക്ക് പകരം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ എല്ലാം മസാലയും ഈ ചിക്കനിലേക്ക് നന്നായിട്ടങ്ങ് പിടിച്ച് കിട്ടും. ഇപ്പം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു മുട്ട മുഴുവനായിട്ടും ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ വെള്ളം ചേർക്കുമ്പം ഒരുപാടങ്ങ് ലൂസായി പോകരുത്. അപ്പം നോക്കിയിട്ട് പകുതിയോ അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ ചേർക്കുമ്പം നന്നായിട്ടൊരു ബൈൻഡിങ് കിട്ടും, മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ആവശ്യമില്ലെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്തേക്കാം. ഞാൻ പിന്നെ ഒന്ന് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കളർ ഇട്ടതാണ്. എന്നിട്ട് ഇത് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു അരമണിക്കൂറോളം മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പം ചെറിയൊരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഓരോ പീസസ് ആക്കി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1-2 ബാച്ചാക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും പ്രശ്നമില്ല. എന്നിട്ട് ഇത് നന്നായി മൊരിച്ചെടുക്കാം. ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൈരോ നാരങ്ങ നീരോ ചേർക്കുമ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവും. പിന്നെ ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടാതെ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ നന്നായിട്ട് മൊരിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇപ്പം ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ഞാനിപ്പം ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ എണ്ണയിലിട്ട് നന്നായി മൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇടിയപ്പത്തിൻ്റെ ഉള്ളിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ചിക്കൻ എടുത്തത്. അപ്പോൾ അതൊരു മസാല പോലെ ആക്കണമല്ലോ. നമ്മൾ ബിരിയാണിക്കുള്ള മസാല പോലെയല്ല ഞാൻ ഉണ്ടാക്കുന്നത്, ചെറിയൊരു സോസി ടൈപ്പായിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അത് കുറച്ചങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായി ഈ സവാള ഒന്നങ്ങ് സോഫ്റ്റാക്കി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാളക്കുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പുള്ളതാണ്. പിന്നെ കൂടിപ്പോകാണ്ടിരിക്കാൻ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടെല്ലാം നന്നായി ഒന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ അടുത്ത് 3 കളറുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പച്ചയാണ് ഉള്ളത്. അപ്പോൾ പച്ച തന്നെ ഏകദേശം മഞ്ഞ കളറായി വന്നിട്ടുണ്ട്, അതങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇപ്പം ചെറുതായി ഒന്ന് സോഫ്റ്റായി വന്നപ്പം ഇതിലേക്ക് കുറച്ച് സോസസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസ്, 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസോ അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു എരിവും മധുരവും എല്ലാം കൂടെ ഒന്നങ്ങ് ബാലൻസ് ആയി കിട്ടും. എൻ്റെ അടുത്ത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചില്ലി സോസ് ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്.
അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ട് ഈ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് എല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ടൊമാറ്റോ സോസ് ചേർത്തത്. നമുക്കത് കുറച്ചിട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയൊരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്വീറ്റ് ഉണ്ട് ഈ ഒരു ചിക്കനിൽ. എന്തായാലും കുറച്ച് എരിവ് കിട്ടാനായിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് വെള്ളത്തിലൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം എല്ലാം ഇപ്പം ചിക്കനിൽ നന്നായി ഒന്നങ്ങ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ആ മുളകിൻ്റെ ആ ഒരു കുത്തലും പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കി വെച്ചിട്ട് കുറച്ച് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചും കൂടെ എരിവ് കിട്ടുന്നത് ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം ചിക്കൻ 65 ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പം ഇതിപ്പം ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. വേണമെങ്കിൽ നമുക്കിതൊരു ഗ്രേവി ടൈപ്പ് ആക്കാം. കുറച്ച് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഗ്രേവി ആക്കി എടുക്കാം. അപ്പം ഞാനിപ്പം വേറെ കറി ഉള്ളത് കൊണ്ട് ഇത് പിന്നെ എന്തായാലും ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ആണിത്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നാസ്തക്ക് ഇപ്പോൾ ഇടിയപ്പാണെങ്കിലും ഒഴിച്ചു കൂട്ടാനുള്ളൊരു കറി വേണ്ടേ. ചിക്കൻ ഡ്രൈ ആയിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം വെജിറ്റബിളിൻ്റെ സ്റ്റൂ ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ചൂടായി വരുമ്പം ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് അങ്ങ് മൂത്ത് വരണം. എന്നാലേ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുക്കാം. നേർമയായിട്ട് കൊത്തി അരിഞ്ഞിട്ടാൽ പെട്ടെന്ന് തന്നെ അങ്ങ് വഴന്ന് കിട്ടും. അപ്പോൾ സവാള എണ്ണയിലിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. സവാള ഒരുപാട് കളറൊന്നും മാറണമെന്നില്ല. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം വൈറ്റ് കളറിലുള്ള സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്, കുറുമയായിട്ട് കളറാക്കിയിട്ടില്ല ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്ത വെജിറ്റബിൾസ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രമാണ്. അല്ലാതെ നമുക്ക് ഗ്രീൻ പീസ് എടുക്കാം, കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അങ്ങനെ അതെടുക്കാം, ബീൻസ് എടുക്കാം. അപ്പോൾ ബീൻസ് ഒന്നും ഇപ്പം എൻ്റെ അടുത്തില്ല. ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങും ഒരു വലിയൊരു ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അതൊന്നങ്ങ് ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതെല്ലാം എണ്ണയിൽ കിടന്നൊന്നങ്ങ് നന്നായി വഴന്ന് നന്നായി കുഴഞ്ഞ് കിട്ടണം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് വിട്ടുപോയ ഒരു കാര്യമുണ്ട്, പച്ചമുളക് ചേർക്കാൻ മറന്നുപോയി. ഇതിലേക്ക് നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുറച്ച് കുരുമുളകുമാണ് ചേർക്കുന്നത്. അപ്പം ഇപ്പം പച്ചമുളക് 2 ഞാൻ അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി മാളിക്കുമ്പം തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കണം. അപ്പം എൻ്റെ അടുത്ത് അത് അന്നേരം ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് മുങ്ങുന്ന കണക്കിനുള്ള വെള്ളം ഒഴിച്ചിട്ട് 1-2 വിസിലിന് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. കുക്കറിൽ തന്നെ വെക്കണമെന്നൊന്നുമില്ല. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിൾസ് ആണല്ലോ. അപ്പം എനിക്ക് പിന്നെ സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കുക്കറിലിട്ടതാണ്. അപ്പോൾ ഒരു 2 വിസിൽ വന്നാൽ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ സമയത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. അപ്പം ഞാനിപ്പം തേങ്ങാപ്പാലല്ല എടുക്കുന്നത്, തേങ്ങയും കുറച്ച് കാഷ്യൂവും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് ആ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ പാലാണെങ്കിൽ കട്ടിയിൽ ഒരു തേങ്ങയൊക്കെ അരച്ചിട്ട് പാലെടുക്കണം. ഞാനിപ്പം തേങ്ങാപ്പാലല്ല എടുക്കുന്നത്, തേങ്ങ തന്നെ അരച്ചിട്ടാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തേങ്ങയൊന്നും വേണ്ട, അപ്പോൾ കുറേ ഉണ്ടാവുമല്ലോ. ഒരു 3/4 കപ്പ് തേങ്ങ എടുത്താൽ മതി. ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു 5-10 കാഷ്യൂവും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കാം. അങ്ങനെ അതവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പം 2 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയതാണ്. അപ്പോൾ തുറന്നിട്ട് ഇതിപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്നങ്ങ് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ കറി നല്ല തിക്കായിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ തേങ്ങ അരപ്പ് ഞാനിപ്പം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങയും കാഷ്യൂവും കൂടെ അരച്ച് കഴിഞ്ഞാൽ നല്ല കാഷ്യൂവിൻ്റെ ആ ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ല തിക്നെസ് ഉണ്ടാവും കറി.
അപ്പം അതൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പം ഞാനിപ്പം തേങ്ങ അരക്കുമ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. ആ തേങ്ങ അരപ്പിട്ട് കഴിഞ്ഞാലും ഇത് കുറച്ച് നന്നായിട്ട് കൊഴുത്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇത് ചൂടാറി വരുമ്പോഴേക്കും കൂടുതൽ കൊഴുപ്പുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മിക്സിയിലിട്ടിട്ട് ആ മിക്സിയിലുള്ള വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. തേങ്ങ പാലാണെങ്കിൽ തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങ് ഓഫാക്കണം. തേങ്ങ ആയതുകൊണ്ട് ഒന്നങ്ങ് വെന്ത് കിട്ടണമല്ലോ, എല്ലാത്തിലും പിടിച്ച് കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇത് തിളക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞിട്ട് അങ്ങ് വിതറി കൊടുക്കാം. സ്റ്റൂവിന് പ്രത്യേകിച്ചും പുതിനയില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് റെയിൻബോ ഇടിയപ്പം അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് കളേഴ്സ് എന്തായാലും വേണമല്ലോ. കളർ എന്തായാലും ഞാനിപ്പോൾ കളേഴ്സിനായിട്ട് എടുത്തിട്ടുള്ളത് ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് പുതിന ചട്നി ഇപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സ്പിനാച്ച് കൂടെ ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നല്ലൊരു ഗ്രീൻ കളർ ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതിപ്പം വീട്ടിൽ തന്നെ ഉണ്ടായ സ്പിനാച്ചാണ്. സ്പിനാച്ച് എന്ന് പറയുന്നത് പാലക് ചീര. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പം ഇലയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലൊന്ന് ഇനി ഇതാദ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഈ ഒരു ലീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പം ഞാനിപ്പം നല്ല ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ആ ലീഫിൻ്റെ കളറൊക്കെ ഒന്നങ്ങ് മാറി വരുമ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. അപ്പം മിക്സിയിലിട്ട് അരക്കുമ്പം അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ പുതിന ചട്നിക്ക് നമ്മൾ എന്തൊക്കെയാണോ ചേർക്കുന്നത് ആ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി പുതിന ചട്നി ഉണ്ടായിരുന്നു, വൈകുന്നേരം ഉണ്ടാക്കിയത്. അപ്പം ആ ഒരു ചട്നി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് അങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. അതേപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഈ സമയത്തേക്കും ഇടിയപ്പത്തിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ കൂട്ടെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയായിരിക്കും. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഇതിന് മുമ്പ് ഞാനൊരു വാട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ അരി അരച്ചെടുത്തത്. പുഴുങ്ങലരി നന്നായിട്ട് പച്ചവെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ട് നന്നായി മിക്സിയിലോ ഗ്രൈൻഡറിലോ ഇട്ട് അരച്ചെടുത്തിട്ട് അത് ഒന്നങ്ങ് വാട്ടിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ എടുത്തിട്ടുള്ള അരിയാണിത്. അപ്പോൾ ഇത് നിങ്ങളെങ്ങനെയാണോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ആ മെത്തേഡിൽ ഇടിയപ്പം ഉണ്ടാക്കി വെക്കാം. അപ്പം ഞാനിപ്പം ഇടിയപ്പം ഓരോന്നും ഇതേപോലെ ഊന്നിയെടുത്തിട്ട് വേവാനായി വെക്കുന്നുണ്ട്. എന്നിട്ട് വെന്ത് വന്നിട്ടുള്ള ഇടിയപ്പം 1-2 എടുത്തിട്ട് നേരത്തെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുള്ള കളേഴ്സ് ഉണ്ടല്ലോ, പച്ച, ചുവപ്പ്, ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ സ്പിനാച്ചിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വേറൊരു രീതിയിലും ചെയ്യാം. ഈ കളേഴ്സ് ഓരോന്നും നമ്മൾ വാട്ടിയെടുത്ത അരിമാവിലേക്ക് നന്നായി ഇട്ടിട്ട് അങ്ങ് ആദ്യമേ കുഴച്ചെടുക്കാം. എന്നിട്ട് അത് ഓരോന്നായിട്ടും ഊന്നിയെടുത്തിട്ട് പല കളറിലുള്ളത് ഊന്നിയെടുത്ത് അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം അത് ഉണ്ടാക്കുമ്പം കുറച്ച് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടൊക്കെ നമ്മൾ വേവിക്കാനായിട്ട് അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഫെയ്ഡായി പോവും കളറ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കളേഴ്സിലേക്ക് ഇട്ട് മിക്സ് ആക്കുന്നത്. അപ്പോൾ അവിടെ ഇടിയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുള്ളത് ഒന്ന് ബട്ടറിലിട്ട് സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായി ചൂടായി വരുമ്പം കുറച്ച് നല്ല നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം നല്ല നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഏതെങ്കിലും ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഞാനിപ്പോൾ അരച്ചെടുക്കുമ്പം ബീട്രൂട്ടിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ അതിൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശം എന്തായാലും ഉണ്ടാവും. അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം ഈ നോൺ സ്റ്റിക്ക് പാനിലിട്ടിട്ട് ഈ ബട്ടറിലിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കുമ്പം ആ വെള്ളമൊക്കെ ഒന്നങ്ങ് വറ്റി കിട്ടിക്കോളും. അപ്പം മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി വറ്റിച്ചെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് വറ്റി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഇടിയപ്പം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഒരു 2 ഇടിയപ്പം എടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസാക്കി ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് മിക്സായി കിട്ടൂല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ കൊണ്ട് ചെറുതായി ഒന്ന് പിച്ചിയെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ ഇടിയപ്പം നല്ല കളറായിട്ടുണ്ട്, എല്ലാത്തിലും അങ്ങ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് ആ പാത്രം ഒന്ന് കഴുകിയെടുത്തിട്ട് തന്നെ
അടുത്ത 2 കളറും കൂടെ അങ്ങനെ മിക്സ് ആക്കി എടുക്കാം. അപ്പം ഞാനിപ്പം പാത്രം കഴുകി എടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ക്യാരറ്റ് പൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് പൾപ്പും ഇതേപോലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പം അതിലേക്ക് 2 ഇടിയപ്പം അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം ക്യാരറ്റിൻ്റെ കളറായിട്ടുണ്ട് നമ്മുടെ ഇടിയപ്പം. ഇതുപോലെ തന്നെയാണ് ഇനി മറ്റേ ഗ്രീൻ കളറിൻ്റെതും ചെയ്തെടുക്കേണ്ടത്. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് 3 എണ്ണത്തിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ആ പൾപ്പിലേക്ക് ഉപ്പ് ഇടാതെയാണ് അരച്ചെടുക്കുന്നത്. അപ്പം ഉപ്പ് എന്തായാലും കുറച്ച് ഇടുന്നത് നല്ലതാണ്, ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം ഇതേ മെത്തേഡിൽ തന്നെ ഞാനൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, റെയിൻബോ ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ വീഡിയോൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ്, ഇത് ഇടിയപ്പമാണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പം പച്ച കളറിലേക്കും ഞാനിപ്പം ഇടിയപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ 3 കളേഴ്സിൻ്റെ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ബ്രൈറ്റ് കളറിലായിട്ടുള്ള ഇടിയപ്പം 3 കളറിലും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഓരോന്നും ലെയറാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു റൗണ്ട് ഗ്ലാസ് ബൗളാണ്. അതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ലെയറായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിപ്പം വൈറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് ഒരു 2 ഇടിയപ്പം വൈറ്റ് ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പിച്ചിയെടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൈ കൊണ്ട് ചെറുതായിട്ടൊന്നങ്ങ് പിച്ചിയെടുത്തിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് വലിയ സൈസാണ്, അപ്പോൾ കുറച്ച് ചെറിയ പീസാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറെ കളർ വെച്ചിട്ട് ലെയർ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറും വെക്കാം. ഞാനിപ്പം ക്യാരറ്റിൻ്റെ ആ ഒരു ഇടിയപ്പമാണ് ഇട്ട് കൊടുത്തത്. നന്നായി ലെവൽ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലും ഈ പറഞ്ഞ പോലെ കുറച്ച് ചിക്കൻ ഒന്ന് ചെറിയ പീസാക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയറിലുള്ള ഇടിയപ്പം അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം അടുത്തത് ബീട്രൂട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് ലെവൽ ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലും കുറച്ച് ചിക്കൻ വിതറി കൊടുത്തിട്ട് പിന്നെ അടുത്തത് വരുന്നത് ഗ്രീൻ കളറാണ്. അപ്പം ഗ്രീൻ ഇടിയപ്പവും അങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായി ലെവൽ ചെയ്യാം. അപ്പം 4 ലെയറാണ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ലെയറിലും ഇടിയപ്പം വെക്കുമ്പം നന്നായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ബൗളിലുള്ളത് നമ്മൾ നേരെ തിരിച്ച് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഉടഞ്ഞ് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അങ്ങനെ ഞാനിപ്പം ഗ്രീൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കനൊന്നും വെക്കണ്ട, കാരണം നമ്മളിപ്പം 4 ലെയറാണല്ലോ ഉണ്ടാക്കുന്നത്. 4ാമത്തെ ലെയറാണ് ഗ്രീൻ കളറ്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി പ്രസ് ചെയ്തിട്ട് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ അങ്ങനെ വേറെ പ്ലേറ്റിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളേഴ്സ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തിട്ട് ലെയർ ചെയ്യാം. ഞാനിപ്പം ഗ്രീൻ, പേർപ്പിൾ, ഓറഞ്ച് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഏതാണോ ഇഷ്ടപ്പെട്ടത് ആ രീതിയിൽ ചെയ്യാം. ഇടിയപ്പമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് പിള്ളേർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല കളർഫുള്ളുമാണ് കാണാൻ, അതേപോലെ തിന്നാനും നല്ല ടേസ്റ്റാണ്. ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ ഓരോ കളറിലുള്ള ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പം നല്ല അടിപൊളി ഇടിയപ്പമാണിത്. അപ്പോൾ ഇതിലിപ്പം ചിക്കൻ തന്നെ വേണമെന്നില്ല, ചെമ്മീൻ കൊണ്ട് മസാല ഉണ്ടാക്കാം, ബീഫോ മട്ടണോ ഒക്കെ വെച്ചിട്ട് മസാല ഉണ്ടാക്കാം. എല്ലാത്തിൻ്റെയും മസാല ഒരു ഡ്രൈ ആയിട്ടുള്ള ഗ്രേവി ആണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും നമുക്ക് ഓരോ ലെയറിലും ഇട്ട് കൊടുക്കാൻ. പിന്നെ അതേപോലെ ചിക്കൻ, ബീഫ്, മട്ടണൊക്കെ ചെറിയ പീസാക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാൽ നിങ്ങളിത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെയും എന്നെ കമൻറ്റിലൂടെയും മെയിലിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ അറിയിക്കണം. നിങ്ങൾ ഉണ്ടാക്കിയ റെസിപ്പീസും മെസ്സേജായിട്ട് അയക്കാം. അപ്പം പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെയും ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമുൻസ് കിച്ചൻ. താങ്ക് യു.